കണ്ണൂർ ആറളം ഫാമിൽ രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ആംബുലൻസുകൾ തടഞ്ഞു. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ ആംബുലൻസ് വിടില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. ആറളം പഞ്ചായത്തിൽ നാളെ UDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഹർത്താൽ വെച്ചുകൊണ്ടോ ഓഫീസ് നിഖിൽ അളവൂർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, ഈ സമരം പ്രതിഷേധം അത് അണയുന്നില്ലാത്ത സ്ഥിതിയാണ് അല്ലേ? തീർച്ചയായും ലാൽകൃഷ്ണൻ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ നിലപാട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജില്ലാ കലക്ടർ ഇവിടെ എത്തണമെന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ജില്ലാ കലക്ടർ അസൗകര്യമുള്ളതിനാൽ സബ് കലക്ടറെ ചുമതലപ്പെടുത്തി സബ് കലക്ടർ തലശ്ശേരിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. പക്ഷേ സബ് കലക്ടർ ഈ സംഭവ സ്ഥലത്തേക്ക് വരാതെ കീഴ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ വെച്ച് ചർച്ച നടത്താം എന്നൊരു നിർദ്ദേശമാണ് സണ്ണി ജോസഫ് MLA അല്പസമയം മുൻപ് നാട്ടുകാരെ അറിയിച്ചത്. എന്നാൽ അത് സമ്മതിക്കാൻ ഇപ്പോഴും നാട്ടുകാർ തയ്യാറായിട്ടില്ല. ഏതായാലും MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കീഴ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. സബ് കളക്ടർ അവിടേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം ഈ ആംബുലൻസുകൾ ഇവിടെ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്ന് നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടാണ് സണ്ണി ജോസഫ് MLA ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അവിടെ നിന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇവിടെ നിന്ന് ആംബുലൻസുമായി ഈ മൃതദേഹങ്ങളുമായി പോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഇതിനൊരു കൃത്യമായ പരിഹാരമില്ലാതെ പോകാനാവില്ല, അതിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉള്ള നാട്ടുകാർ പറയുന്നത്, ഈ സംഭവം നടന്ന് ഇത്രയും സമയമായിട്ട് പോലും വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരാൾ പോലും ഇങ്ങോട്ട് വരാത്തൊരു സാഹചര്യമുണ്ട്. പോലീസ് മാത്രമാണ് നിലവിൽ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായും ഇത്രയും വലിയൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. 2 പേർ ആനയുടെ ചവിട്ടിയിട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ട് പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൂടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം അത് കൂടുതൽ രോഷം അവരുടേത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയത്. ഒപ്പം UDF ഈ കീഴ്പള്ളി പഞ്ചായത്തിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹർത്താലുമായി സഹകരിക്കില്ല എന്നൊരു നിലപാടാണ് ആളുകൾ പറയുന്നത്. കാരണം ഇങ്ങനെ ആളുകൾ മരിക്കുന്നു, ഹർത്താൽ ആചരിക്കുന്നു, വീണ്ടും ഇത് തുടരുന്നു. അങ്ങനൊരു നിലവാരത്തിലേക്ക് ഇനി പോകേണ്ടതില്ല. ഇതിൽ ഒരു രാഷ്ട്രീയവും കാണാതെ കൃത്യമായി ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. അങ്ങനെ ഈ മൃതദേഹങ്ങൾ വച്ചുകൊണ്ട് ഒരു ഹർത്താൽ ആചരിക്കേണ്ടതില്ല, അതിനോട് തങ്ങൾ സഹകരിക്കില്ല എന്നൊരു നിലപാടും ഇത്തരത്തിൽ നാട്ടുകാർ അറിയിക്കുന്നുണ്ട്. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ ചർച്ചയിൽ എന്ത് തീരുമാനമാകും എന്നുള്ളതാണ് ഇനി നിർണായകമാകുന്നത്. അങ്ങനെ ആ ചർച്ചയ്ക്ക് ശേഷമുള്ള തീരുമാനം ഈ നാട്ടുകാർ അംഗീകരിക്കുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സബ് കളക്ടർ കീഴ്പള്ളിയിൽ വന്ന് അവിടെ പോലീസ് സ്റ്റേഷനിലിരുന്ന് ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ MLA ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്താമെന്നാണ് പറഞ്ഞത്. അത് പോരാ, ഈ പ്രദേശത്ത് വന്ന് നാട്ടുകാരുടെ ദുരിതം അത് നേരിട്ട് കണ്ട് ഇവിടുത്തെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് തീരുമാനമെടുക്കേണ്ടതെന്നൊരു നിലപാടിലാണ് നാട്ടുകാരുള്ളത്. അവർ വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. കാരണം ഇനിയും ഇങ്ങനെ ജീവൻ ബലി നൽകിക്കൊണ്ട് ഇവിടെ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനാവില്ല. ഈ വനം വകുപ്പും ബന്ധപ്പെട്ട ആളുകളും ഒരു കാര്യവും ചെയ്യുന്നില്ല എങ്കിൽ തങ്ങളാലാവുന്ന വിധത്തിൽ ഈ ആനകളെ തുരത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. മാത്രമല്ല ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന 2 ആംബുലൻസുകളിലുമുള്ള മൃതദേഹങ്ങൾ അത് വളരെ വൈകാരികമായാണ് ആ കാര്യങ്ങൾ അവർ കാണുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമെല്ലാം. കാരണം അവർക്കൊക്കെ നേരിട്ട് അറിയുന്ന ആളുകൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 വരെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചിരുന്ന ആളുകളാണ്. പിന്നീട് കശുവണ്ടി ശേഖരിക്കാൻ പോകുന്നു. ഏകദേശം ഒരു 4:30 കൂടിയാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നതും 2 പേരും കൊല്ലപ്പെടുന്നതും. അങ്ങനെ വളരെ വൈകാരികമായൊരു സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ ഈ നാട്ടുകാരുടെ, ഇവിടെയുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വികാരം മനസ്സിലാക്കാൻ, അവരുടെ ജീവന് നേരിടുന്ന ഈ ഒരു ഭീഷണി മനസ്സിലാക്കാൻ, അതിനൊരു പരിഹാരം കാണുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിശ്ചിതമായ വിമർശനം വനംവകുപ്പിനെതിരെ തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.
കാരണം ഏകദേശം 4:30 കൂടി തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ 4:30 മുതലായി ഈ സമയം വരെയായിട്ടും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ RRT ഉൾപ്പെടെയുള്ള ആളുകളും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വനംവകുപ്പിൻ്റെ ആളുകൾ എവിടെ പോയി എന്നൊരു ചോദ്യം നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഈ കാട്ടാനകളുടെ ശല്യത്തിന് കൃത്യമായൊരു പരിഹാരമില്ലാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല, ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇവർ ഉള്ളത്. ഇക്കാര്യത്തിൽ തീരുമാനമാകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കീഴ്പള്ളി ടൗണിലേക്ക് ഉൾപ്പെടെ മൃതദേഹവുമായി എത്തി അവിടെ പ്രതിഷേധിക്കാൻ ഉൾപ്പെടെയുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. അതിവൈകാരികമായ നിമിഷങ്ങളാണ് ആറളത്ത് തുടരുന്നത്. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം അണപൊട്ടുന്നുണ്ട്. ശക്തമായൊരു പ്രതിഷേധത്തിൻ്റെ സമയമാണിത്. പക്ഷേ ഇത് ഒരു പ്രതിഷേധം കൊണ്ട് മാത്രം താൽക്കാലികമായി അണയുന്ന സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഒരു ശാശ്വത പരിഹാരം ഇപ്പോഴും അവിടുത്തെ ആളുകൾക്ക് തീണ്ടാപ്പാട് അകലെയാണ് എന്നുള്ളതാണ്. വനം വകുപ്പിൻ്റെ കൃത്യമായ ഇടപെടൽ പല മേഖലകളിലും പലപ്പോഴും ഉണ്ടാകാതെ പോകുന്ന സാഹചര്യമുണ്ട്. പണ്ട് തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാകുന്നത്. എന്തെല്ലാമാണ് പരിഹാരം വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ പൂർണ്ണതോതിൽ തയ്യാറാക്കി മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന ജീവഹാനിയിലേക്ക് മാറുകയാണ്.